ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ സ്കൂൾ ബാക്ക് പാക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഗൈസ്. ഇതിനു മുമ്പ് ഞാൻ ഒരു ബാക്ക് പാക്കിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഹാഫ് ഡേക്ക് ഞാൻ സ്കൂളിൽ കൊണ്ടുവന്ന ബാഗാണ്. ഇതാണ് വന്നിട്ട് എൻ്റെ ഫസ്റ്റ് ഡേയിൽ ഫുൾ ഡേ ഉണ്ടാവില്ല, സ്കൂൾ ഫുൾ ഡേക്ക് കൊണ്ടുപോകുന്നത് ഈ ഒരു ബാഗാണ് കേട്ടോ ഗൈസ്. ഇത് ജെനിയുടെ ബാഗാണ്, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബാഗാണ്. എനിക്ക് ഈ ഒരു കമ്പനിയുടെ ബാഗ് ഭയങ്കര ഇഷ്ടമാണ്. പുറം വന്നിട്ട് ബ്ലാക്കും ഉള്ളിൽ വന്നിട്ട് ബ്ലൂ ആണ്. എനിക്ക് ഒരു കളർ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോയിൽ എനിക്കൊരു 8ൻ്റെ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അൺബോക്സിങ് വീഡിയോ വഴിയേ വരുന്നുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ 3 കമ്പാർട്ട്മെൻറ്റാണുള്ളത്. ഒന്ന് വന്നിട്ട് നമ്മുടെ ലഞ്ച് ബാഗ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കാനാണ് ലഞ്ച് ബോക്സ്. ഒന്ന് വന്നിട്ട് നമുക്ക് കുറച്ച് സ്റ്റേഷനറി ഐറ്റംസും, ലാസ്റ്റ് വന്നിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും വെക്കാനുള്ളതാണ്. പിന്നെ ഒരു ഫയൽ പോലെ ഒരു കമ്പാർട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കോ വെക്കണതിൻ്റെ ഉള്ളിലായിട്ട്. അത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. കാരണം ടെക്സ്റ്റ് ബുക്ക് അതിൻ്റെ ഉള്ളിൽ വെക്കാം, നോട്ട് ബുക്ക് പുറത്തും വെക്കാം. ഭയങ്കര അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വെക്കുന്നത് ഫയലിൽ കുറച്ച് A4 ഷീറ്റും അതേപോലെ തന്നെ റൂൾഡ് പേപ്പറുമാണ്. നമുക്ക് ടെസ്റ്റ് പേപ്പർ എടുക്കുമ്പോഴും അതുപോലെ തന്നെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ വരുമ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാം. അതേപോലെ തന്നെ ഞാൻ മെയിനായിട്ട് ഇപ്പോൾ 9th-ലാണ്. അപ്പോൾ 9th-ലാകുമ്പോൾ കുറേ അസൈൻമെൻറ്റും അതുപോലെ തന്നെ കുറേ പ്രൊജക്റ്റും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മുടെ പേപ്പേഴ്സ് വന്നിട്ട്. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ നോട്ട് ബുക്സും ടെക്സ്റ്റ് ബുക്കൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ നമുക്കിനി ഫയൽ വെച്ച് കൊടുക്കാം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒപ്പമാണ് ഞാൻ ഫയലും വെച്ച് കൊടുക്കുന്നത്. നോട്ട് ബുക്ക് ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് പൗച്ച് വെക്കാം. ഇത് വന്നിട്ട് എൻ്റെ ട്രാൻസ്പെറൻറ്റ് പൗച്ചാണ്. ഇത് വന്നിട്ട് ട്വിങ്കിൾ എന്നാണ് ഈ ഒരു പൗച്ചിൻ്റെ പേര് വന്നിട്ട്, ട്രാൻസ്പെറൻറ്റിൽ കമ്പനി വന്നിട്ട്. ഇത് വന്നിട്ട് എൻ്റെ ബാഗും വന്നിട്ട് ജെനിയുടെ ട്വിങ്കിൾ എന്ന് പറഞ്ഞൊരു ഇതാണ്, എന്താ പറയുക, ഒരു സംഭവമാണ്. ജെനിയുടെ കമ്പനിയാണ്, പക്ഷേ ട്വിങ്കിൾ എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഈ ബാഗിൻ്റെ പേര് വന്നിട്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പൗച്ച് പാക്കിംഗ് വീഡിയോ ചാനൽ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ എല്ലാവരും ചെന്ന് കാണാം കേട്ടോ. ഇനി സെക്കൻഡ് കമ്പാർട്ട്മെൻറ്റിൽ വന്നിട്ട് നമ്മുടെ ലഞ്ച് ബാഗും അതേപോലെ തന്നെ വാട്ടർ ബോട്ടിലാണ്. അത് തലേദിവസമേ വെക്കണ്ട. ഇനി ഞാൻ സ്റ്റേഷനറി സൈഡിൽ എന്താ വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വന്നിട്ട് എൻ്റെ ജിനിയുടെ കഴിഞ്ഞ കൊല്ലത്തെ ബാഗിൻ്റെ സംഭവമാണ്, തൂക്കിയിരുന്നത് ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ അതിൻ്റെ ഉള്ളായിട്ട് ഞാൻ ഒരു മിററും ഒരു ലിപ് ബാമും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് വെച്ച് കൊടുക്കാൻ പോകുന്നത് ഈ ഒരു ക്രയോൺസ്, പെൻസില്, കളർ പെൻസിൽ, അതുപോലെ തന്നെ സ്കെച്ചും കുറച്ച് പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചെക്കാനുള്ളതാണ്. അങ്ങനെ അതും അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊരു എന്താ പറയുക, ഒരു കവറിലാക്കിയാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ മെയിനായിട്ട് ജോൺസൻ്റെ ഒരു കുട വെച്ച് കൊടുക്കുന്നുണ്ട്. സ്റ്റേഷനറീസൊക്കെ വെക്കുന്ന ആ സെയിം കമ്പാർട്ട്മെൻറ്റിലാണ് കുടയും വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഒരു സേഫ്റ്റി കിറ്റും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിലായിട്ട്. അങ്ങനെ സംഭവം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ലഞ്ച് ബാഗും അതുപോലെ തന്നെ വാട്ടർ ബോട്ടിലും കൂടി വെച്ചപ്പോൾ സംഭവം ഇതാണ് എൻ്റെ ഒരു അടിപൊളിയായിട്ടുള്ള ബാക്ക് പാക്കിംഗ് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ജിനിയുടെ എനിക്ക് 8ൻ്റെ പണി കിട്ടിയ ഒരു വീഡിയോ വരുന്നുണ്ട്. അതിനായിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ, സീ യു.